നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നയൻതാരയും ധനുഷും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോഴിതാ നയൻതാരയ്ക്കും നയൻതാരയുടെ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിനും തിരിച്ചടി. ധനുഷ് നൽകിയ പകർപ്പവകാശ ലംഘന കേസ് തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഹർജി കോടതി തള്ളി. കേസ് നിലനിൽക്കുമെന്നാണ് മദ്രാസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടായിരുന്നു ധനുഷ് പകർപ്പവകാശ ലംഘന കേസ് നൽകിയത്. ഞാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങളുടെ പകർപ്പവകാശം വരെ തങ്ങൾക്കാണെന്ന് നടൻ ധനുഷിന്റെ നിർമ്മാണ സ്ഥാപനമായ വണ്ടർബാർ ഫിലിംസ് നേരത്തെ അറിയിച്ചിരുന്നു. ചിത്രത്തിലെ നായികയായിരുന്ന നടി നയൻതാര നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്ത ഡോക്യുമെന്ററിയിൽ ചിത്രത്തിന്റെ BTS ദൃശ്യങ്ങൾ അനുമതി കൂടാതെ ഉപയോഗിച്ചിരുന്നു. ഇത് പകർപ്പവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണെന്നാണ് ധനുഷിന്റെ വാദം. ധനുഷിനു വേണ്ടി അഭിഭാഷകൻ PS രാമനാണ് കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ധനുഷിന്റെ ഹർജികൾ പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ നൽകിയ ഹർജികൾ തീയതി വ്യക്തമാക്കാതെ വിധി പറയാനായി കോടതി മാറ്റിവെക്കുകയായിരുന്നു. ധനുഷിന്റെ ഹർജി മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്നതല്ലെന്നായിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് കോടതി ധനുഷ് നൽകിയ കേസ് നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നയൻതാരയുടെ വിവാഹ വിശേഷങ്ങൾ ചേർത്തൊരുക്കിയ ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും തമ്മിൽ പ്രണയത്തിലായത് ധനുഷ് നിർമ്മാണം നിർവഹിച്ച ഞാനും റൌഡിതാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ചിത്രത്തിന്റെ BTS ദൃശ്യങ്ങൾ നയൻതാര തന്റെ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇതിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ധനുഷ് രംഗത്തെത്തിയത്. പിന്നാലെ നയൻതാരയും കേസുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു.